നടൻ നിവിൻ പോളിക്കെതിരെ വഞ്ചന കുറ്റത്തിന് കേസ്. ജാമ്യമില്ലാ വകുപ്പിട്ടാണ് എഫ്ഐആർ. നിവിൻ പോളിയുടെ മഹാവീര്യർ ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് PS ഷംനാസ് ആണ് പരാതിക്കാരൻ. ആക്ഷൻ ഹീറോ ബിജു 2 എന്ന ചിത്രത്തിൽ വഞ്ചന നടന്നു എന്നാണ് ആരോപണം. കേസിൽ തലയോലപ്പറമ്പ് പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. വിവരങ്ങളുമായി അമൽനാഥ് കൊച്ചിയിൽ ചേരുകയാണ്. അമൽനാഥ്, ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ ഈ ജാമ്യമില്ലാ വകുപ്പിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. ഈ പരാതിയിൽ നിവിൻ പോളിക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം എന്താണ്? മനു, തലയോലപ്പറമ്പ് പോലീസിലാണ് നിവിൻ പോളിക്കും ഒപ്പം തന്നെ സംവിധായകനായിട്ടുള്ള എബ്രിഡ് ഷൈനുമെതിരെ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിവിൻ പോളിയുടെ തന്നെ മഹാവീര്യർ എന്ന സിനിമയുടെ സഹനിർമ്മാതാവായിട്ടുള്ള PS ഷംനാസ് ആണ് ഇതിലെ പരാതിക്കാരൻ. അതായത് ഈ ഒരു പരാതിയിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഈ നിവിൻ പോളി നായകനും ഒപ്പം തന്നെ ഈ എബ്രിഡ് ഷൈൻ സംവിധായകനും ആയിട്ടുള്ള ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുടെ വിതരണാവകാശം തനിക്ക് നൽകാം എന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായി പരാതിക്കാരൻ ഇവർക്ക് 1,90,00,000 രൂപ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഈ സിനിമയുടെ വിദേശ വിതരണാവകാശം ഒരു ഗൾഫ് കമ്പനിക്ക് നൽകി എന്നാണ് ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. 5 കോടി രൂപയ്ക്കായിരുന്നു ഈ ഗൾഫ് കമ്പനിയുമായി കരാറുണ്ടായിരുന്നത്. അതിലെ 2 കോടി രൂപ മുൻകൂറായി ഇവർ വാങ്ങിയെടുക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. 406, 420 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് വഞ്ചന, ചതി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പുകൾ അവകാശം നൽകാമെന്ന് പറഞ്ഞെന്നാണോ പറയുന്നത്? നിർമ്മാതാവാണ് മനു, തീർച്ചയായും. അതായത് ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുടെ വിതരണാവകാശം അത് ഈ ഷംനാസിന് നൽകാമെന്ന് നിവിൻ പോളിയും ഈ സംവിധായകനായ എബ്രിഡ് ഷൈനും പറഞ്ഞു എന്നാണ് ഈ പരാതിക്കാരൻ പറയുന്നത്. ഇത്തരത്തിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഷംനാസിന്റെ കയ്യിൽ നിന്നും 1,90,00,000 വാങ്ങിയെടുത്തു എന്നും ഈ പരാതിക്കാരൻ പറയുന്നു. മറ്റൊന്ന് 2 കോടി രൂപ നൽകിയെന്നാണല്ലോ പറയുന്നത്. 1,90,00,000 നൽകിയെന്നാണല്ലോ പറയുന്നത്. ആ പണം നൽകിയതിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻസോ ആ തരത്തിലുള്ള രേഖകളോ ഹാജരാക്കാൻ ഈ പരാതിക്കാരന് കഴിഞ്ഞിട്ടുണ്ടോ ആ വിഷയത്തിൽ? ഈ 1,90,00,000 രൂപ നൽകിയതിൻ്റെ എല്ലാ രേഖകളും തൻ്റെ കയ്യിലുണ്ട് എന്ന് പരാതിക്കാരൻ പറയുന്നു. അത് പോലീസ് സ്റ്റേഷനിൽ ഈ പരാതിയുടെ കൂടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുമാണ് പരാതിക്കാരൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഫിലിം ചേംബറിനും ഈ ഒരു രേഖകൾ, അതായത് 1,90,00,000 രൂപ നിവിൻ പോളിയും ഈ സംവിധായകനും വാങ്ങിയതിൻ്റെ രേഖകൾ അത് ഫിലിം ചേംബറിനും നൽകിയിട്ടുണ്ട് എന്ന് പരാതിക്കാരൻ പറയുന്നു. അതേസമയം തന്നെ ഈ മഹാവീര്യർ എന്ന സിനിമ അതൊരു പ്രദർശന വിജയമായിരുന്നില്ല. അതിനാൽ തന്നെ 98 ലക്ഷം രൂപ ആദ്യം നിവിൻ പോളി ഈ സഹസംവിധായകൻ നൽകാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു. അതിനു പകരമായാണ് ഈ ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുടെ വിതരണ അവകാശം അത് ഈ ഇദ്ദേഹത്തിന്, അതേ സഹനിർമ്മാതാവിന്, പരാതിക്കാരന് നൽകാമെന്ന് പറഞ്ഞ് 1,90,00,000 രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ അത്തരത്തിൽ വലിയൊരു വഞ്ചന നടന്നു എന്നാണ് ഈ പരാതിക്കാരൻ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ നിവിൻ പോളി ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം കിട്ടാൻ സാധ്യതയുണ്ടോ? അതിനെക്കുറിച്ച് പുറത്ത് സംസാരിക്കാൻ അവർ താല്പര്യപ്പെടുന്നുണ്ടോ? മനു, ഇപ്പോൾ ഏതായാലും ഒരു പ്രതികരണത്തിന് ഇല്ല എന്നാണ് നിവിൻ പോളി പറയുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശം തേടിയതിനു ശേഷം മാത്രമേ താനൊരു പരസ്യ പ്രതികരണത്തിലേക്ക് കടക്കൂ, അല്ലെങ്കിൽ അത് പക്ഷേ അത് കേസിനെ ബാധിക്കുമെന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണമാണ് നിലവിൽ ഇപ്പോൾ നിവിൻ പോളിയുടെ ഭാഗത്തു നിന്നുമുള്ളത്. മനു, ശരി. ഏതായാലും ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു 2 രണ്ടാം ഭാഗം, അതിൻ്റെ ആ സിനിമയുടെ വിതരണാവകാശം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങി എന്നിട്ട് വഞ്ചിച്ചിട്ട് പകരം മറ്റൊരാൾക്ക് വിതരണാവകാശം കൂടിയ തുകയ്ക്ക് നൽകി എന്ന ആക്ഷേപമാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. മഹാവീരർ എന്ന് പറയുന്ന സിനിമയുടെ സഹനിർമ്മാതാവാണ് ആ പരാതി നൽകിയിരിക്കുന്നത്. ആ സിനിമ ഒരു ബോക്സ് ഓഫീസ് പരാജയമായിരുന്നു. ആ സമയത്താണ് ആ പരാജയം മറികടക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു വാഗ്ദാനം തനിക്ക് നൽകിയത്. എന്നാൽ അത് ലംഘിച്ചു എന്ന ആക്ഷേപം ബാങ്ക് രേഖകൾ സഹിതം പോലീസിന് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. 1,90,00,000 രൂപ നിവിൻ പോളിക്ക് നൽകിയിരുന്നു. അതിന്റെ ബാങ്ക് രേഖകളടക്കം പോലീസിന് ഇപ്പോൾ നൽകിയിട്ടുണ്ട് എന്നാണ് നിർമ്മാതാവ് നമ്മളോട് പറയുന്നത്. വിവരങ്ങളാണ് ഇപ്പോൾ അമൽനാഥ് കൊച്ചിയിൽ നിന്ന് നൽകിയത്.